ഈ മുഖ്യമന്ത്രി യാത്ര തുടങ്ങിയ ആ തുടക്കം മുതൽക്കുള്ള അവർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യാത്ര തുടങ്ങുന്ന സമയത്ത് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെയും ജനങ്ങളെ കാണാനും അവരുടെ പരാതികൾ സ്വീകരിക്കാനും അതിന് പരിഹാരം ഉണ്ടാക്കാനും വേണ്ടി നടത്തുന്ന ഒരു യാത്ര എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള യാത്രയാണ്. കേരളത്തിൻ്റെ പുതിയ മുഖം ലോകത്തിന് പരിചയപ്പെടുത്തും, നവകേരള സൃഷ്ടി നടന്നിരിക്കുന്നു എന്ന അവകാശവാദത്തോടു കൂടിയാണ് ഇവർ യാത്ര തുടങ്ങിയത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ബ്രാൻഡിങ് ആയിരുന്നു, പൊളിറ്റിക്കൽ ബ്രാൻഡിങ് ആയിരുന്നു. സർക്കാരിൻ്റെ ചെലവിൽ രാഷ്ട്രീയ പരിപാടി നടത്തുകയായിരുന്നു ഉദ്ദേശം. പക്ഷേ ഇവരുടെ ഉദ്ദേശത്തിൽ നിന്ന് ഇതെല്ലാം പാളി. ഇവരുടെ യാത്രയുടെ ലക്ഷ്യങ്ങൾ മുഴുവൻ പാളി. ഇവരിപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത് വളരെ വലിയ തോതിലുള്ള ജനങ്ങളുടെ വിരോധവും ദേഷ്യവും ഒക്കെ ഏറ്റുവാങ്ങുന്ന രീതിയിലേക്ക് ജാഥ എത്തിയിരിക്കുകയാണ്. ഉദ്ദേശശുദ്ധിയൊന്നും നടന്നില്ല, ഉദ്ദേശിച്ച ഒരു കാര്യവും നടന്നില്ല. മറിച്ച് എന്താണോ ഉദ്ദേശിച്ചത്, എന്താണോ അവർ പറയാൻ ആഗ്രഹിച്ചത്, ജനങ്ങൾ വാസ്തവത്തിൽ അതിനെതിരായി, പൊതുസമൂഹം മുഴുവൻ അവർക്കെതിരായി നിലകൊള്ളുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഒരു 7 വർഷക്കാലമായി ഒരു സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഗവൺമെന്റിനെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് ഇത്തരത്തിലൊരു യാത്ര തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം മുന്നോട്ട് വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നവകേരളം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 7 വർഷക്കാലം എൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ഈ സംസ്ഥാനം എത്രത്തോളം പുരോഗമനം കൈവരിച്ചു, ഈ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി എത്രത്തോളം സുദൃഢമായി, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര കടം എത്രത്തോളം കുറഞ്ഞു, നമ്മുടെ സംസ്ഥാനം സാമ്പത്തികമായി എത്ര ശാക്തീകരിക്കപ്പെട്ടു, നമ്മുടെ സംസ്ഥാനത്തെ ആഭ്യന്തര നില എപ്രകാരം മെച്ചപ്പെട്ടു, സ്ത്രീ സുരക്ഷ എപ്രകാരം മെച്ചപ്പെട്ടു, നമ്മുടെ നാട്ടിൽ എത്ര പുതിയ വ്യവസായങ്ങൾ വന്നു, അത് സർക്കാർ മുതൽ മുടക്കിൽ, തനത് മുതൽ മുടക്കിൽ എത്ര തുടങ്ങി, സംസ്ഥാന ഗവൺമെന്റ് എത്ര തുടങ്ങി, അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിൽ എത്രത്തോളം വ്യവസായങ്ങൾ വന്നു, എത്ര ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, എത്ര കോടി സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഈ സർക്കാരിന് സാധിച്ചു, കഴിഞ്ഞ 7 വർഷക്കാലമായി ഭരിച്ച എൻ്റെ സർക്കാരിന് സാധിച്ചു. ഇത്തരം കാര്യങ്ങളൊക്കെയല്ലേ ഒരു ബ്രാൻഡിങ്ങിന് ശ്രമിക്കുന്ന മുഖ്യമന്ത്രി ജനങ്ങളോട് പറയേണ്ടത്. മറിച്ച് ഈ യാത്ര തുടങ്ങിയ ശേഷം ഈ സർക്കാർ വാസ്തവത്തിൽ ജനങ്ങളോട് പറഞ്ഞത്, പൊതുസമൂഹത്തോട് പറഞ്ഞത് ഏതൊക്കെ കാര്യങ്ങളാണ്? ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ പോയി അഫിഡവിറ്റ് കൊടുക്കുകയാണ്. എന്താ അഫിഡവിറ്റ് കൊടുത്തത്? സർക്കാരിന്റെ കയ്യിൽ നയാ പൈസ ഇല്ല, ചെലവാക്കാൻ ഒരു പൈസ പോലും ഇല്ല, KSRTCക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല, ഇവിടെ 900 കോടി രൂപ KTDFC എടുത്തതിന്റെ തിരിച്ചടവ് മുടങ്ങിയ സംബന്ധിച്ച് ചോദ്യം ഉന്നയിച്ച സമയത്ത് ചീഫ് സെക്രട്ടറി കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലമാണ്. അന്നാണ് കേരളത്തിന്റെ ഹൈക്കോടതി ചോദിച്ചത്, ഞങ്ങൾ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരുമോ? അപ്പൊ സാമ്പത്തികമായി ഈ സർക്കാരിന്റെ കയ്യിൽ 10 പൈസ ഇല്ല, നയാ പൈസ ഇല്ല എന്ന അഫിഡവിറ്റ് കേരളത്തിന്റെ ബഹുമാനായിട്ടുള്ള ഹൈക്കോടതി ജഡ്ജിമാരുടെ മുന്നിൽ കൊണ്ടുപോയി സമർപ്പിച്ച ശേഷമാണ് ഈ യാത്ര മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അന്നേ ദിവസം തന്നെ കേരളത്തിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് വളരെ മികച്ചതാണ്, രാജ്യത്തെ ഏറ്റവും വലിയ സാമ്പത്തിക മാനേജ്മെന്റ് ആണ് കേരളം നടത്തുന്നതെന്ന് പറഞ്ഞതിന്റെ അന്ന് തന്നെയാണ് ഹൈക്കോടതിയിൽ പോയിട്ട് നയാ പൈസ കയ്യിലെന്ന് പറയുന്നത്. അല്ല, ഞാൻ അതാ പറയുന്നത്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു സംസ്ഥാനത്തെ നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് കാണിക്കേണ്ട ഒരു പാരാമീറ്ററുകൾ എന്ന നിലയ്ക്ക്, മാനദണ്ഡങ്ങൾ എന്ന നിലയ്ക്ക്, ഒന്ന്, സാമ്പത്തികമായിട്ട് ഈ സംസ്ഥാനം സുശക്തമാണ് എന്ന് പറയാൻ സാധിക്കണം. 2, ക്രമസമാധാന നില സുശക്തമാണ് എന്ന് പറയാൻ സാധിക്കണം. 3, സംസ്ഥാനത്ത് മാധ്യമ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ചുള്ള മുന്നേറ്റങ്ങളെ കുറിച്ച് പറയാൻ സാധിക്കണം. നമ്മുടെ നിക്ഷേപ രംഗത്ത് നമ്മുടെ സർക്കാരിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ സാധിക്കണം. ഇതൊന്നും പറയാൻ സാധിക്കുന്നല്ലോ. ഇതെല്ലായിടത്തും പരാജയപ്പെട്ട ഒരു സർക്കാർ നയിക്കുന്ന ഒരു യാത്രയാണ് നവകേരള സദസ്സ് എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഉണ്ട്, അദ്ദേഹത്തിന് മറുപടി പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ ഈ യാത്ര മുന്നോട്ട് വരുന്ന സമയത്ത്, ഇപ്പൊ ക്രമസമാധാനത്തെ കുറിച്ച് പറയുന്ന സമയത്ത് മുഖ്യമന്ത്രി തന്നെ പറയുകയാണ്, ക്രമസമാധാന തകർച്ച ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്നു, അതിക്രമം അതിന്റെ ഭാഗമായിട്ട് നടത്തുന്നു, അതുകൊണ്ട് പോലീസ് അല്ലാത്ത മറ്റ് വളണ്ടിയേഴ്സിനും ജീവൻ രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വരുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഗുണ്ടകൾ നടത്തുന്ന എതിർ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട പൊതുപ്രവർത്തകരെ മൃഗീയമായി ആക്രമിക്കുന്ന പരിപാടിക്ക് ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് പേരിട്ട് ഈ അക്രമത്തിന് മുഴുവൻ മുഖ്യമന്ത്രി തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പരിപാടി ചെയ്തില്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രതിപക്ഷത്തുള്ള പ്രവർത്തകരായിക്കോട്ടെ, യുവജന സംഘടനപ്പെട്ട പ്രവർത്തകരായിക്കോട്ടെ, അവരെ മൃഗീയമായി ആക്രമിക്കുകയും അവരെ തോട്ടിലേക്ക് തള്ളിയിടുകയും അവരെ ഹെൽമെറ്റ് കൊണ്ട് മർദ്ദിക്കുകയും അവരെ ജീവാപായം ഉണ്ടാവുന്ന രീതിയിൽ ആക്രമിക്കുകയും മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് തന്നെ ആക്രമിക്കുകയും ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അക്രമത്തിന് ആഹ്വാനം നൽകുന്നു. അപ്പൊ അത് എന്താ സൂചിപ്പിക്കുന്നത്? സംസ്ഥാനത്തെ ആഭ്യന്തര നില തകർന്നിരിക്കുന്നു, സംസ്ഥാനത്തെ ആഭ്യന്തര രംഗം തകർന്നിരിക്കുന്നു എന്നുള്ള സൂചിപ്പിക്കുകയാണ്. ഈ യാത്ര നടക്കുന്ന സമയത്ത് തന്നെയാണ് സംസ്ഥാനത്തെ ഭരണത്തലവനായിട്ടുള്ള ഗവർണർക്ക് നേരെ മുഖ്യമന്ത്രിയുടെ ഗുണ്ടാ സംഘം ആക്രമണം നടത്തുന്നത്.
എങ്ങനെയാണ് ഗവർണറുടെ യാത്രാ റൂട്ട് പോലീസ് തന്നെ ചോർത്തിക്കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർക്ക് നേരെ ആക്രമണം നടക്കുന്നു. അപ്പൊ സംസ്ഥാനത്തെ ഭരണം പൂർണ്ണമായി തകർന്നിരിക്കുന്നു, ആഭ്യന്തര നില തകർന്നിരിക്കുന്നു എന്നുള്ളത് ഇതിൽ കൂടുതൽ എന്ത് തെളിവാവേണ്ടത്? ഒന്നാമത്തേത് സാമ്പത്തിക രംഗം തകർന്നു എന്ന് ചീഫ് സെക്രട്ടറി കൊണ്ടുപോയി അഫിഡവിറ്റ് കൊടുത്തു. 2, ആഭ്യന്തര നില തകർന്നു എന്ന് ഗവർണറെ ആക്രമിച്ചതിലൂടെയും സംസ്ഥാനത്ത് എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രവർത്തകരെ ആക്രമിക്കുന്നതിലൂടെയും പിന്നെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. മുഖ്യമന്ത്രി തന്നെ ഈ അക്രമത്തിന് മുഴുവൻ പ്രോത്സാഹനം നൽകുകയും അതിന് അംഗീകാരം നൽകുകയും ചെയ്തു. മൂന്നാമത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള കോടതി ഉത്തരവുകളൊക്കെ ഈ അടുത്ത് വന്നല്ലോ, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചർച്ച നടത്തിയതാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മൂല്യച്യുതി ഗവർണർ ചൂണ്ടിക്കാണിച്ച സമയത്ത് ആ ഗവർണർക്കെതിരായിട്ടുള്ള വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും മന്ത്രിമാരെ ഇറക്കി വിട്ടുകൊണ്ടും ഗവർണറെ തെറി വിളിക്കുന്നത് ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ആഹ്വാനപ്രകാരം ഗവർണർക്ക് നേരെ നടന്നിട്ടുള്ള സമരാഭാസം നമ്മളൊക്കെ കണ്ടു. ഗവർണർ വാസ്തവത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നവീകരിക്കാനും ശുദ്ധീകരിക്കാനും വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ തടയാൻ വേണ്ടി പരിശ്രമിച്ചു ഈ ഗുണ്ടാ സംഘം. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം പാടെ തകർന്നു. അതോടൊപ്പം തന്നെ ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പിടിപ്പുകേട് എന്ന് പറയുന്നത് ശബരിമല കൈകാര്യം ചെയ്ത രീതി. ഈ നവകേരള യാത്ര തുടങ്ങിയതിനു ശേഷമാണ് ശബരിമലയിൽ വാസ്തവത്തിൽ സംസ്ഥാന സർക്കാർ നടത്തേണ്ടിയിരുന്ന മുന്നൊരുക്കങ്ങളൊന്നും നടത്താത്തത് കൊണ്ട് അനിയന്ത്രിതമായ രീതിയിൽ തിരക്ക് വർദ്ധിക്കുകയും അവിടെ ജനങ്ങൾ ഭക്തർ വളരെയധികം ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ ഒരു മാളികപ്പുറം മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക തലസ്ഥാനമായ കൊച്ചിയിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയായ കുസാറ്റിനുള്ളിൽ ഒരു വലിയ ആഘോഷം നടന്ന കാര്യം സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പും ഇന്റലിജൻസും അറിഞ്ഞതേയില്ല. അവിടെ 4-ലധികം കുട്ടികൾ വളരെ നമ്മളൊക്കെ ദുഃഖപ്പെടുത്തുന്ന രീതിയിൽ അവരെല്ലാവരും മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. തിക്കിലും തിരക്കിലും പെട്ട് മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിലും വലിയ ദുരന്തം എന്താണ് ഒരു സംസ്ഥാനത്ത് സംഭവിക്കാനുള്ളത്? മുഖ്യമന്ത്രി നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഗുണ്ടാ സംഘം കല്ലുകളും ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരെ അടിച്ചൊതുക്കുന്ന നിലയിലേക്ക് നവകേരളമല്ല സൃഷ്ടിക്കപ്പെട്ടത്. വാസ്തവത്തിൽ ശിലായുഗത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് കേരളത്തിൽ സംഭവിച്ചത്. അതിന് ഉത്തരവാദി ഈ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പുറമേക്ക് ഇങ്ങനെ താൻ വലിയ മാന്യനാണെന്നും താൻ വലിയ എന്താ പറയാ ഹൃദയവിശാലത ഉള്ളയാളാണെന്നും കരുതലുള്ളയാളാണെന്നും കാരുണ്യവാനാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി മുഖത്ത് ഇങ്ങനെ പലപ്പോഴും മേക്കപ്പോട് കൂടിയിട്ട് അല്ലെങ്കിൽ മുഖത്ത് കൃത്രിമമായിട്ടുള്ള പുഞ്ചിരി വരുത്താനൊക്കെ പരിശ്രമിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പഴയ വാടിക്കൽ രാമകൃഷ്ണൻ കേസിലെ കൊലയാളി പുറത്തു വരികയാണ്. അതാണ് നമ്മൾ പലയിടത്തും കണ്ടത്. ഇന്ന് നിങ്ങൾ പത്രസമ്മേളനത്തിൽ കണ്ടല്ലോ, ഒരു മാധ്യമ പ്രവർത്തകർക്കെതിരെ എടുത്ത കേസ് സംബന്ധിച്ച് ചോദ്യം ഉന്നയിച്ചപ്പോ ആ മുഖ്യമന്ത്രിയുടെ തനി സ്വരൂപം പുറത്തു വന്നല്ലോ. വാടിക്കൽ രാമകൃഷ്ണന്റെ ശിരസറുക്കാൻ വേണ്ടി നേതൃത്വം നൽകിയ ആ കൊലയാളിയുടെ മുഖഭാവമായിരുന്നു ഇന്ന് പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചില്ല, നിങ്ങളുടെ ഫ്രട്ടേണിറ്റിയിൽപ്പെട്ട ഒരാളാണ്. ആ പെൺകുട്ടി ചെയ്ത തെറ്റെന്താ? ആ പെൺകുട്ടി അവരുടെ ജോലിയുടെ ഭാഗമായി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം റിപ്പോർട്ട് ചെയ്ത സമയത്ത് ആ പെൺകുട്ടിക്കെതിരെ എടുത്ത കേസ് ഏതാണ്? ഒരു കൊലപാതക ശ്രമത്തിൽ ഗൂഢാലോചനയിൽ ഒരു മാധ്യമ പ്രവർത്തകയെ പങ്കാളിയാക്കിയിരിക്കുകയാണ്. വാസ്തവത്തിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തക സമൂഹം ഇന്ന് മറ്റേതെങ്കിലും സംസ്ഥാനത്തായിരുന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമായിരുന്നു? സെക്രട്ടേറിയറ്റിന് മുന്നിൽ മെഴുതിരി പ്രകടനം. ഇവിടെ നിങ്ങളുടെ KUWJ കുറെ പുങ്കവന്മാരുണ്ടല്ലോ, ഒരാളെ പുറത്ത് കാണാനുണ്ടോ? ഒരാളെ പ്രതിഷേധിച്ചായിരുന്നു പിണറായി വിജയന്റെ 7 വർഷത്തെ ഭരണത്തിനുള്ളിൽ എത്ര ഞാൻ അതാ പറയുന്നത്, കഴിഞ്ഞ 7 വർഷക്കാലത്തിനുള്ളിൽ പിണറായി വിജയൻ സർക്കാർ എത്ര മാധ്യമ പ്രവർത്തകർക്കെതിരെയാണ് കേസ് എടുത്തത് എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കണം. അല്ലെങ്കിൽ സർക്കാർ ഒരു ധവളപത്രം പുറത്തിറക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഇതിന്റെ ലിസ്റ്റ് ഏകദേശം എന്റെ മനസ്സിലുള്ള ലിസ്റ്റ് പറഞ്ഞിരുന്നു. നോക്കൂ, വിനു വി ജോൺ, വേണു ബാലകൃഷ്ണൻ, അനിൽ നമ്പ്യാർ, അതുപോലെ തന്നെ അഖില നന്ദകുമാർ, നമ്മുടെ സിന്ധു സൂര്യകുമാർ, ഷാജഹാൻ, കണ്ണൂരിലുള്ള നൗഫൽ, അതുപോലെ തന്നെ മനോരമയുടെ തന്നെ ജയചന്ദ്രൻ ഉൾപ്പെടെ നിരവധി എണ്ണിയാലൊടുങ്ങാത്ത മാധ്യമപ്രവർത്തകർ. ഇനി ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാണെങ്കിൽ ഷാജൻ സ്കറിയ ഉൾപ്പെടെയുള്ള നിരവധി ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ. ഈ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു വായൊന്ന് തുറന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസ് എടുക്കുമെന്നുള്ള സ്ഥിതിയാണ്. മാധ്യമ പ്രവർത്തകർ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ ഫാസിസം, സ്റ്റാലിനിസമാണ് കേരളത്തിൽ നടക്കുന്നത്. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, ഒരേ ഒരു കാര്യത്തിലാണ് സന്തോഷമുള്ളത്. കാരണം കഴിഞ്ഞ കുറെ വർഷമായി ഈ മുഖ്യമന്ത്രിയെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി തന്റെ ജോലി പോലും മാറ്റിവെച്ചുകൊണ്ട്, അധ്യാപകൻ എന്ന ജോലി പോലും മാറ്റിവെച്ചുകൊണ്ട് ഒരു ചാനലിൽ വന്നിരുന്ന ഈ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വെളുപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന, മസാല ദോശ കഴിച്ചു കഴിഞ്ഞാൽ ഭരണഘടന പിന്തള്ളപ്പെട്ടു പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ ഇന്ന് കണ്ടപ്പോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും മുഖ്യമന്ത്രി നടിച്ചില്ല. ഇങ്ങനെ കളിയാക്കി മുഖ്യമന്ത്രിയുടെ ഭക്തജനങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. ഇനിയും അവരെങ്ങനെ സ്തുതിപാഠകരായി തന്നെ തുടരും. ശ്രീ സന്ദീപ്,